കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അപ്പൊ വിശേഷങ്ങളൊക്കെ വരാനായിട്ട് ഗൗതമിന്റെ നന്ദയുടെ ഭയങ്കര ലേറ്റ് ആയിട്ടോട്ടോ വരുന്നത്. അതോടെ ഞാനത്തെ താമസിച്ചിരുന്നത്. അപ്പൊ എല്ലാരും മറക്കാതെ കയറി കാണണം കേട്ടോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഗൗതമും അഭിരാമിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അഭിരാമിയോട് ഗൗതം പറഞ്ഞു, ഞാൻ പോയിട്ട് പിന്നെ വരാം, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്റെ ഫോണിലേക്ക് വിളിച്ചാൽ മതി, അറിയാലോ എന്ന് പറയാം. ശരി, ഗൗതം പോയിട്ട് വരാൻ പറയാണ്. അങ്ങനെ ഗൗതം അവിടെ നിന്ന് ഇറങ്ങി. ഈ സമയത്ത് അഭിരാമിയുടെ ഉള്ളിലേക്ക് സൂരജിനെ കുറിച്ചുള്ള ചിന്തകളൊക്കെ വരുന്നത്. സൂരജ് പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ പോകുന്നതിന് മുമ്പ് അവസാനമായിട്ട് പറഞ്ഞിരുന്നേ, ഞാൻ വരും കുഞ്ഞിനെ കാണാനായിട്ട്, അവനെനിക്ക് കൊഞ്ചിക്കണം, താലോലിക്കണം, എൻ്റെ ആഗ്രഹം അത്. അപ്പൊ അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ അഭിരാമിയുടെ കണ്ണുകൾ രണ്ടും നിറഞ്ഞൊഴുകുവാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത അവസ്ഥ. പിന്നീട് ഗൗതം വീട്ടിലേക്ക് വന്ന് ഫ്രഷ് ആയിട്ട് ബാത്റൂമിലേക്ക് കയറി. ആ സമയത്ത് നന്ദി അവിടെ ഡ്രസ്സൊക്കെ മടക്കി വെച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഗൗതത്തിന്റെ ഫോൺ ബെല്ലടിക്കുന്നത്. പോയി നോക്കി. ആദ്യം കോൾ എടുക്കാൻ ചെന്നപ്പോൾ കോള് കട്ടായിപ്പോയി. പിന്നെയും കോൾ ബെല്ലടിച്ചു. അപ്പൊ പിന്നെ നോക്കിയപ്പോ അഭിരാമി. ഇതാരാ വിളിക്കുന്ന അഭിരാമി? ഇങ്ങനെയുള്ള പേര് കേട്ടിട്ടില്ലല്ലോ. ഗൗതം സാർ ഇതിനു മുമ്പ് തന്നോട് പറഞ്ഞിട്ടുമില്ല. പെട്ടെന്ന് കോൾ അങ്ങോട്ട് കട്ടായിപ്പോയി. ഈ സമയത്താണ് ഗൗതം അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. അതെ, ഗൗതം സാറിന്റെ ഒരു കോൾ ഉണ്ടായിരുന്നു പറയാം. കോള് അതൊക്കെ അവിടെ നിന്ന് ബെല്ലടിക്കട്ടെ. മനുഷ്യന് സമാധാനം വേണ്ടേ, ഫുഡ് കഴിക്കണ്ടേ, ശരിക്കും ഒന്ന് ഉറങ്ങണ്ടേ, ഇതൊന്നും പറ്റുന്ന പോലും ഇല്ല. ഫോൺ അവിടെ നിന്ന് ബെല്ലടിക്കട്ടെ, ഒരു കുഴപ്പമില്ലെന്ന് പറയാം. ഈ സമയത്ത് നന്ദ പറഞ്ഞു, ഓഹോ അങ്ങനെയുള്ള ചിന്തകളൊക്കെ ഉണ്ടോന്ന് ചോദിക്കും. അതെന്താ, നീ എനിക്കിട്ട് നാക്കി പറഞ്ഞാണല്ലോ. അല്ല അത് പിന്നെ അന്ന് പോയിട്ട് പിന്നീട് കാണുന്ന എത്ര ദിവസം കഴിഞ്ഞിട്ടാ. അന്നങ്ങോട്ട് പിറ്റേ ദിവസം രാവിലെ എണീറ്റ് പോയത് അങ്ങോട്ട്. ഒരു വാക്ക് പോലും എന്നിട്ടൊന്നും വിളിക്കുക പോലും ചെയ്തില്ല. 3-4 ദിവസം കഴിഞ്ഞിട്ട് വന്നിട്ടാ ഇപ്പൊ ആ ഒരാളാ ഇത് പറയണേ, കുളിക്കണം, ഫുഡ് കഴിക്കണം എന്നൊക്കെ. ഗോസാറിന്റെ ഡ്യൂട്ടി കഴിഞ്ഞിട്ടില്ലേ മറ്റെന്തുള്ളൂ. ഈ ഞാൻ പോലും ഉള്ളെന്ന് പറയാം. അങ്ങനെയൊന്നുമില്ല, അങ്ങനെ പിണങ്ങാതിരി ഭാര്യയെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട്, നിന്നെ ഞാൻ കുറച്ച് സ്നേഹിച്ചിട്ടൊക്കെ ഉള്ളതെന്ന് പറഞ്ഞിട്ട് നന്ദയെ ചേർത്ത് പിടിക്കുകയാണ്. ഈ സമയത്ത് ഫോൺ വീണ്ടും ബെല്ലടിച്ചു. ഫോൺ വീണ്ടും റിങ് ചെയ്യുന്നുണ്ട്. ഞാൻ പോയി എടുക്കാന്ന് പറഞ്ഞ് അങ്ങ് പോയി എടുക്കുകയാണ്. ഒരു അഭിരാമിയാണ് വിളിക്കണേ. കുറെ സമയമായല്ലോ, അവര് മുമ്പേ വിളിച്ചിട്ടുണ്ടായിരുന്നു പറയാണ്. അഭിരാമി എന്നുള്ള പേര് കേട്ട ഗൗതം ഒരു നിമിഷം ഞെട്ടിപ്പോയി. അഭിരാമിയോ? ആമയാണല്ലോ. പെട്ടെന്ന് ഗൗതം ആ ഫോൺ എടുത്തു. ഗൗതം സാർ കൊടുത്ത് സംസാരിക്കുക. ഇത് ഒഫീഷ്യലായിട്ടുള്ള കോള, ഞാൻ പുറത്തു പോയി സംസാരിച്ചിട്ട് വരാം. ആരുടെ ഇവിടെ നിന്ന് സംസാരിച്ചാൽ എവിടെ നിന്ന് സംസാരിച്ചോ, കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ നന്ദ, ഇത് ഞാൻ കേൾക്കാൻ പാടാത്ത വലിയ കാര്യമാണോ? ആരെയും അഭിരാമി? ഇതിനെക്കുറിച്ച് മുമ്പ് ഈ പേരൊന്നും കേട്ടിട്ടില്ലോ. അതെ, എനിക്ക് ചില കാര്യങ്ങളൊന്നും പുറത്ത് പറയാൻ പാടില്ല, അതുകൊണ്ടാ ഒരു കാര്യം, ഞാൻ പുറത്തു പോകാന്ന് പറയണം. വേണ്ട, ഇവിടെ നിന്ന് സംസാരിച്ചാൽ മതി. ഞാൻ ആ സമയത്ത് ഗൗതം സാറിന് കഴിക്കാനുള്ള ഫുഡ് എടുത്തുകൊണ്ട് വരാം. ഇവിടെ നിന്ന് സംസാരിച്ചോളാൻ പറഞ്ഞിട്ട് നന്ദി അങ്ങോട്ട് ഇറങ്ങി പോവാണ്. അങ്ങനെ കോൾ എടുത്തു കഴിഞ്ഞപ്പോ തന്നെ ചോദിച്ചു, എന്താ ആമി എന്താ ഈ സമയത്ത് വിളിച്ചതെന്ന് ചോദിക്കുക. അതെ, ഇവരെ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടെന്ന് പറയാം. എന്താന്ന് ചോദിക്കുമ്പോൾ അഭിരാമി കുറെ കാര്യങ്ങളൊക്കെ ഫോണിൽ കൂടെ പറയുന്നുണ്ട്. അതെന്താന്ന് നമ്മളോട് പറയണില്ല, കാണിക്കണില്ല, സംസാരിക്കുന്നതായിട്ടോ കാണിക്കുന്നുള്ളൂ. എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, അത് ഗൗതം നിൽക്കുകയാണ്. ഈ സമയത്ത് അടുക്കളയിലേക്ക് നന്ദ ചെന്നു. അപ്പൊ ലക്ഷ്മി അമ്മ ഇവിടെ ഉണ്ടായിരുന്നു. നന്ദ ചെന്നിട്ട് ഫുഡ് എടുക്കുവാണ്. ലക്ഷ്മി അമ്മ എന്താ നന്ദമോളെ, നീ ചോറുണ്ടില്ലായിരുന്നു ചോദിക്കുക. ഞാനുണ്ടായിരുന്നു, ഇത് ഗൗതം സാറിന് കൊണ്ടേ കൊടുക്കാനാ. മുറി കൊണ്ടേ കൊടുക്കാനാണോ? അതെ. ഈ സമയത്ത് മോഹിനി പറഞ്ഞു, അതെന്താ പ്രത്യേകിച്ച് മുറിയിലേക്ക്? എല്ലാരും കൂടെ ഒരുമിച്ച് ഡൈനിങ് ടേബിളിൽ ഇരുന്നാ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നേ, പിന്നെ ഇപ്പൊ പ്രത്യേകത എന്താ? ഇത് കേട്ടതും നന്ദ പറഞ്ഞു, അതെ പ്രത്യേകിച്ചൊന്നുമില്ല, എല്ലാരും കഴിച്ച ഫുഡ് തന്നെ ചെയ്തു. ഞാൻ പ്രത്യേകിച്ച് ബിരിയാണി ഒന്നുമല്ല ഗൗതം സാറിന് കൊണ്ടേ കൊടുക്കാൻ പോണേ. ലക്ഷ്മി പറഞ്ഞു, നിനക്ക് എന്താ മോഹിനി, അവളുടെ ഭർത്താവിന് കൊണ്ടേ കൊടുത്താൽ എന്താ കുഴപ്പമിരിക്കുന്നത്? അവളുടെ ഭർത്താവിന്റെ കാര്യങ്ങളൊക്കെ നോക്കണ്ട അവളല്ലേ. ഗൗതം അടുത്ത് വന്നിരിക്കുന്നതല്ലേ, ചിലപ്പോൾ അവർക്ക് അവരുടേതായ സ്വകാര്യത കാണും. കൊണ്ടേ കൊടുക്കട്ടെ, അവനെ മുറിയിലേക്ക് കൊണ്ടേ കൊടുത്തുന്നോർത്ത് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിനക്കൊരു ഭർത്താവുണ്ടല്ലോ, നീ അവന്റെ കാര്യം നോക്ക്, ജഗന്നാഥന്റെ കാര്യം നോക്ക്. ഇത് കേട്ടതും മോഹിനിക്ക് ദേഷ്യം വന്നു. മോഹിനി പറഞ്ഞു, അതൊക്കെ എനിക്ക് നോക്കാൻ അറിയാന്ന് പറയാം. ലക്ഷ്മി പറഞ്ഞു, പിന്നെ നോക്കാൻ അറിയാം, അവൻ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നേ. അവന് എന്തെങ്കിലും വന്ന് എടുത്ത് കഴിക്കോ, അല്ലെങ്കിൽ പറഞ്ഞിട്ടാ, അല്ലെങ്കിൽ എന്തെങ്കിലും നീ അവന്റെ കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? നീ അവന് നേരാവണ്ണം ഫുഡ് എടുത്ത് കൊടുക്കോ, എന്തെങ്കിലും കാര്യം നോക്കിയിട്ടുണ്ടോ എന്ന് ചോദിക്കാം. മോഹിനിക്ക് അടി കിട്ടിയാലേ ലക്ഷ്മി നന്ദയോട് പറഞ്ഞു, മോളൊന്നും കാര്യമൊക്കെ ഉണ്ട് കേട്ടോ, മോള് കൊണ്ടേ ഗൗതമോന് ഫുഡ് കൊടുക്ക് എന്ന് പറയാണ്. നന്ദ അങ്ങനെ ഫുഡും ഒക്കെ ആയിട്ട് മുറിയിലേക്ക് ചെല്ലുക. ഈ സമയത്ത് ഗൗതം പുറത്തേക്ക് പോയിട്ട് ഒരുങ്ങിയിരിക്കുമായിരുന്നു. ഗൗതം സാർ എന്താ എങ്ങോട്ടാ പോണേ? ഇതേ ഫുഡ് എടുത്തോണ്ട് വന്നു പറയാം. എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് പുറത്തു പോകണം. എവിടെയാ പോണേ? അതൊന്നും ഇപ്പൊ പറയാൻ പറ്റുന്ന കാര്യമില്ല. ഓഹോ, അതെന്താ നിനക്കറിയത്തില്ല എന്ന് പറയണ? അതെന്താ എനിക്കറിയത്തില്ലാതെ? കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലകളും എനിക്കറിയാം. അവിടെ എങ്ങോട്ടാ പോണേന്ന് മാത്രം ഒന്ന് പറഞ്ഞാൽ മതി എന്ന് പറയാം. ഞാൻ പറഞ്ഞല്ലോ എന്നെന്താ, നിനക്ക് അറിയേണ്ട കാര്യങ്ങളാണ് ഞാൻ പറയും, ഇത് നിനക്ക് അറിയേണ്ട കാര്യങ്ങളല്ല എന്ന് പറയാം. സത്യം പറ. അഭിരാമിയുടെ കോള് വന്നേ പിന്നെയാണല്ലോ. അഭിരാമിയുടെ അടുത്തേക്കാണോ പോണേന്ന് ചോദിക്കുക. ഒരു നിമിഷം ഗൗതം ഒന്ന് ഞെട്ടി.
ഈ അഭിരാമി ആരാ? അഭിരാമിയെ കുറിച്ച് ഒന്നും എന്നോട് ഇതുവരെയായിട്ടും പറഞ്ഞിട്ടില്ലോ. എന്തുണ്ടെങ്കിലും എന്നോട് തുറന്നു പറ. എന്തോ എന്നിൽ നിന്ന് മറയ്ക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇത് കേട്ടും കൃത്രിമമായിട്ടൊരു ദേഷ്യം അങ്ങോട്ട് അഭിനയിക്കുകയാണ് ഗൗതം. നിനക്ക് എന്തൊക്കെ അറിയണം? നീ പോലീസ് മുറിയിലാണല്ലോ എന്നെ ചോദ്യം ചെയ്യുന്നത്. നിനക്ക് എന്താ ഇപ്പൊ അറിയേണ്ടത്? അതാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഒഫീഷ്യൽ കാര്യങ്ങൾ ഇടപെടാൻ നീ വരരുത്. നിനക്കൊരു ഇത് കാണും, നിനക്ക് എല്ലാ കാര്യങ്ങളും അറിയാമെന്നൊക്കെ ഒരു രീതി കാണും. അതൊന്നും എൻ്റെ അടുത്ത് വേണ്ട. പറഞ്ഞു കേട്ടല്ലോ, എനിക്ക് പലയിടത്തും പോകേണ്ടതായിട്ട് വരും, പല കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ട് വരും. അതിനകത്ത് തലയിടാൻ നീ വരില്ലെന്ന് പറയാം. ഇതെന്താ ഗൗതം സാർ ഇങ്ങനെ? ഞാൻ അഭിരാമിയെ കുറിച്ച് ചോദിച്ചപ്പോ ഗൗതം സാർ എന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? കാടൻകൊല്ലി പോയി അവിടുത്തെ പ്രശ്നങ്ങളും ദൗത്യങ്ങളും എല്ലാം തീർത്തിട്ടല്ലേ ഗൗതം സാർ ഇങ്ങോട്ട് വന്നേ. ഇനിയിപ്പോ പ്രത്യേകിച്ച് അർജന്റായിട്ട് എവിടെയാ പോകാനുള്ളതല്ലേ ഞാൻ ചോദിച്ചേ. അപ്പൊ അതിന് ദേഷ്യപ്പെടേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കാം. എനിക്കറിയാം ഗൗതം സാറിന്റെ ഈ ദേഷ്യം എന്താന്ന്. കാരണം ഉത്തരം മുട്ടുന്ന സമയത്താണ് ഇങ്ങോട്ട് ദേഷ്യപ്പെടുന്നത്. അങ്ങനെ ദേഷ്യപ്പെടുവാണെങ്കിൽ പിന്നീട് ആരും ഒന്നും മിണ്ടത്തില്ലല്ലോ. പക്ഷെ എൻ്റെ അടുത്ത് അത് ചെലവാകത്തില്ല എന്ന് പറയാണ്. ഇത് കേട്ടൻ ഗൗതം പറഞ്ഞു, എനിക്ക് നിന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കാൻ സമയമില്ല, എനിക്ക് പോണെന്ന് പറയാം. ഗൗതം സാർ ഈ ഫുഡെങ്കിലും കഴിച്ചിട്ട് എനിക്ക് ഇതിനേക്കാളും പ്രധാനം മറ്റു പല കാര്യങ്ങളും ആണെന്ന് പറയാം. നന്ദയ്ക്ക് സങ്കടമായിപ്പോയി. നന്ദ ആ ബെഡേലും കൂടി ഇരിക്കുക. ഈ സമയം ഗൗതം മനസ്സിൽ പറയാം, എന്നോട് ക്ഷമിക്ക് നന്ദ, സോറി കേട്ടോ. എനിക്ക് നിന്നെയാ ഈ ജീവിതത്തിൽ ഏറ്റവും പ്രധാനം. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ എനിക്ക് ആമിയുടെ ജീവൻ രക്ഷിച്ചേ മതിയാവുള്ളൂ. എനിക്ക് നീ കഴിഞ്ഞിട്ടോ മറ്റാരും ഉള്ളൂ. ഐ ലവ് യു നന്ദ. എന്നോട് ക്ഷമിക്കുക, എന്നോട് പൊറുക്കുക. അറിഞ്ഞോണ്ടല്ല, ഞാൻ ഉത്തരം മുട്ടി പോവാ. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് അങ്ങനെയൊക്കെ ദേഷ്യപ്പെട്ടെ എന്ന് മനസ്സിൽ പറഞ്ഞിട്ട് ഗൗതം അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി പോവാണ്. നന്ദയ്ക്ക് വല്ലാത്ത സങ്കടമായിപ്പോയി. പിന്നീട് ഹോസ്പിറ്റലിലേക്ക് ഗൗതം ചെന്നുമ്പോൾ ഡോക്ടർ നേഴ്സും കൂടെ അങ്ങോട്ട് വരുവാണ്. ഡോക്ടർ വന്നിട്ട് ചോദിച്ചു, നിങ്ങൾക്കൊക്കെ എന്താ ഒരു ഉത്തരവാദിത്വം ഇല്ലാത്തതെന്ന് ചോദിക്കും. എന്താ എന്താ കാര്യം ചോദിക്കാം. അല്ല, നിങ്ങളുടെ ഭാര്യയ്ക്ക് എങ്ങനെയാന്ന് പോലും നിങ്ങൾ ചിന്തിച്ചോന്ന് ചോദിക്കുക. കാരണം അതിനു മുമ്പ് തന്നെ നേഴ്സ് വന്ന് അഭിരാമിയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഭർത്താവ് എന്തിയെന്ന്. അപ്പം ഭർത്താവ് എന്തിയെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് ആമിയിലൊരു ഞെട്ടലുണ്ടായി. ഭർത്താവ് പുറത്തു പോയെന്ന് പറഞ്ഞു. അല്ല, അയാൾക്ക് എന്താ ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ? ഡോക്ടർ അന്വേഷിക്കുന്നുണ്ട്, കുറച്ച് കോംപ്ലിക്കേഷനൊക്കെ ഉണ്ട്, അപ്പൊ അതൊക്കെ പറയണമായിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ടാ അന്വേഷിക്കണേന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു അഭിരാമിക്ക്. അപ്പൊ ഡോക്ടർ അതുകൊണ്ടാണ് ഗൗതത്തിനോട് ദേഷ്യപ്പെട്ടെ. കാരണം നന്ദയല്ല അഭിരാമിയെ കൊണ്ട് അഡ്മിറ്റ് ആക്കിയിട്ട് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല, പോയ വഴിക്ക് പോയി. ആ ഒരു ചിന്തയായിരുന്നു ഡോക്ടർക്ക്. ഡോക്ടർ പറഞ്ഞു, ഇത്ര മാത്രം നിങ്ങൾക്ക് ഒരു ഉത്സാഹമില്ലേ ഭാര്യയുടെ കാര്യത്തില്? അല്ല, ഞാൻ അത്യാവശ്യ കാര്യത്തിന് നിങ്ങളുടെ ഭാര്യയുടെ വയറ്റി വരുന്ന കുഞ്ഞിനേക്കാൾ എന്താ അത്യാവശ്യമാണ് മിസ്റ്റർ നിങ്ങൾക്കുള്ളത്? നിങ്ങൾക്ക് ഒരു ബോധമില്ലാത്ത ആളാണോ? ഒരു കാര്യം പറഞ്ഞേക്കാം, കുറച്ച് കോംപ്ലിക്കേഷൻ ഒക്കെ ഉണ്ട് ഇവർക്കെന്ന് പറയാം. അല്ല എന്താ സാർ? ഇവരുടെ പ്ലാസിന്റെ താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പ്ലാസിന്റെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അമ്മേനെയും കുഞ്ഞിനെയും ബാധിക്കുന്ന കാര്യങ്ങളൊക്കെയാ. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഇവിടെ ഉണ്ടായിരിക്കണം. അത് മാത്രമല്ല, പെയിൻ ഇല്ലാത്ത ബ്ലീഡിങ്ങും ഉണ്ട്. കംപ്ലീറ്റ് ബെഡ് റെസ്റ്റാണ് വേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ ഒരിടത്തേക്കും പോകാൻ പാടില്ല. എന്താവശ്യം എപ്പം ഞങ്ങൾ വിളിച്ചാലും നിങ്ങളിവിടെ കാണണമെന്ന് പറയാം. ഇത് കേട്ടതും ഗൗതം പറഞ്ഞു, ശരി സാർ, ഇനി ഞാൻ ഒരിടത്തേക്കും പോകത്തില്ല, ഞാൻ ഇവിടെ തന്നെ കാണുമെന്ന് പറയാം. പിന്നെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. നിങ്ങളുടെ ഭാര്യയ്ക്ക് ഇപ്പം നല്ല രീതിയിലുള്ള റെസ്റ്റാണ് വേണ്ടത്. ഒരു കാര്യത്തിലും അവർ ശല്യപ്പെടുത്തൊന്നും ചെയ്യരുത്. മാനസികമായിട്ടും ശാരീരികമായിട്ടും അവരെപ്പോഴും ഓക്കെ ആയിരിക്കണമെന്ന് പറയാം. ശരി ഡോക്ടർ എന്ന് പറയണം. അങ്ങനെ ഡോക്ടർ അങ്ങോട്ട് പോയി. ഡോക്ടർ പോയി കഴിഞ്ഞാൽ ഗൗതത്തിന് വല്ലാത്ത സങ്കടമായിപ്പോയി. ഈ സമയം അനാമിക ഗൗതത്തിനോട് ചോദിച്ചു, ഗൗതത്തിന്റെ ഉദ്ദേശം എന്താ? ഒരു പക്ഷേങ്കിൽ എന്നെ ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് കഴിയുമ്പോൾ അറസ്റ്റ് ചെയ്യാനാണോ? അല്ല, ഡോക്ടറോട് ചോദിക്കുന്ന കേട്ടോ ഡിസ്ചാർജ് ചെയ്യുന്ന എന്നാന്ന്. അതിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. കാരണം ഡോക്ടർ പറയുകയും ചെയ്തായിരുന്നു ഗൗതത്തിനോട്. ഗൗതം ആദ്യം ചോദിച്ചാൽ എന്നാ ഡിസ്ചാർജ് എന്നാ ചോദിച്ചേ. ഇത് കേട്ടപ്പോൾ ഡോക്ടർ ദേഷ്യപ്പെട്ടു. നിനക്ക് ഭാര്യയുടെ ജീവനാണോ വലുത്, ഇപ്പൊ നിനക്ക് ഡിസ്ചാർജ് ആണോ എന്നുള്ളത്? ഭാര്യയല്ലെന്നുള്ള കാര്യം ഡോക്ടർക്ക് അറിയത്തില്ലോ. പക്ഷെ ആ കാര്യങ്ങളൊക്കെ അഭിരാമി നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഗൗതത്തിനോട് അങ്ങനെ ചോദിച്ചേ. ഇവിടുന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ എന്നെ അറസ്റ്റ് ചെയ്യാനാണ് ഗൗതത്തിന്റെ പരിപാടിയെന്ന്. അത് കേട്ടപ്പോൾ ഗൗതം പറഞ്ഞു, എനിക്കതല്ലാതെ വേറെ മാർഗമില്ല, അറസ്റ്റ് ചെയ്യണം, ഞാനൊരു പോലീസുകാരനല്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടതും അഭിരാമി പറഞ്ഞു, ഗൗതം, എൻ്റെ വയറ്റൊരു കുഞ്ഞുണ്ട്. ഒരു പക്ഷേ ജയിലിൽ പോയി പ്രസവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ കുഞ്ഞിനെ കിട്ടുമെന്ന് തോന്നില്ല. ഒരിക്കലും അങ്ങനെ സംഭവിക്കരുത്. എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്തു തരാവോ? എൻ്റെ പ്രസവം വരെയെങ്കിലും എന്നെ എവിടെയെങ്കിലും താമസിപ്പിക്കാവോ? അതിനുശേഷം എന്ത് വേണം ചെയ്തോ, എനിക്ക് കുഴപ്പമില്ല. പക്ഷെ എനിക്ക് പുറത്തെവിടെയും പ്രസവിക്കണം എന്ന് പറയാം. ഇത് കേട്ടാൽ ഗൗതം ഒന്ന് ആലോചിച്ചു. ഗൗതം പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ നിന്നെ സംരക്ഷിക്കാനൊന്നും ആരും അറിയാൻ പാടില്ല. പിന്നെ ആരോട് നീ ഇതിനെക്കുറിച്ചൊന്നും പറയരുത്. അങ്ങനെയാണെങ്കിൽ നിന്നെ ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ അവരാമ്മ, ശരിയാ, ഞാൻ ആരോടും പറയാനൊന്നും പോകുന്നില്ല. പക്ഷെ എൻ്റെ കുഞ്ഞ് അതിന് വേണം, അതിൻ്റെ ഉത്തരവാദിത്തം ഗൗതം ഏറ്റെടുക്കണമെന്ന് പറയാം. ഇത് കേട്ടാൽ ഗൗതം പറയും, ശരി, കുഴപ്പമൊന്നുമില്ല, ഞാൻ നോക്കിക്കോളാന്ന് പറയാണ്. കാരണം ഗൗതത്തിന് വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു. അഭിരാമിയുടെ ഹെൽത്താണ് ഇപ്പോൾ ഏറ്റവും എല്ലാത്തിനേക്കാളും മുഖ്യം. പിന്നീട് കാണിക്കുന്ന നന്ദ ആ പാടെ സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ ലക്ഷ്മിയമ്മ ഇങ്ങോട്ട് വരുന്നേ. ലക്ഷ്മിയമ്മ വന്നിട്ട് ചോദിച്ചു, എന്താ ഗൗതമ്മൻ ഇതേ ബാത്റൂമിലെ പറ്റാണെന്ന് ചോദിക്കും. ഇല്ല, ഇവിടെ ഇല്ല, പുറത്തു പോയെന്ന് പറയണം. പുറത്തു പോയോ? എന്തോ ഡ്യൂട്ടി ഉണ്ടെന്ന് പറഞ്ഞു പോയി. ആഹാ, നല്ല കളിയായി.
ഇത് കൊള്ളാലോ. ഞാനോർത്ത് നിങ്ങൾ വല്ല ഹണിമൂൺ ട്രിപ്പും പ്ലാൻ ചെയ്യുമായിരിക്കുമെന്ന്. അതൊന്നും ഇല്ല അമ്മയെന്ന് പറയാണ്. എന്താ മോളെ, എന്താ കുഴപ്പം? എനിക്കറിയില്ല. അല്ല, അവന്റെ ദൗത്യമൊക്കെ തീർന്നാണല്ലോ കാടൻകൊല്ലിയിലെ. പിന്നെ ഇപ്പൊ എന്ത് പറ്റി? പുതിയ എന്തെങ്കിലും പ്രശ്നം അവനുണ്ടോന്ന് ചോദിക്കും. അതൊന്നും എനിക്കറിയില്ല. എന്നോട് അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. അല്ലെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്നോട് പറയത്തില്ലോ. അത് മോളെ ചിലപ്പോ അവനറിയാലോ, അവന്റെ ഒഫീഷ്യൽ കാര്യങ്ങളൊന്നും അവൻ തുറന്നു പറയാറില്ല. അതുകൊണ്ടായിരിക്കും മോളോട് പറയായിരുന്നേ. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്. ദേ, അധികം വൈകാതെ തന്നെ ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം എന്ന് പറയും. എന്ത് കാര്യം? ഹണിമൂൺ ട്രിപ്പ് പോകണം. അത് മാത്രമല്ല, ഒരു കുഞ്ഞ്, ആ കുഞ്ഞെന്നൊരു മോഹം എന്റെ മനസ്സിലുണ്ട്. ഓർമ്മയുണ്ടല്ലോ. അതെ, മോള് വേണം എല്ലാത്തിനും മുൻകൈ എടുത്ത് ഗോത്തിനെ നേർവഴിക്ക് നടത്താനായിട്ട്. അറിയാലോ, അവൻ എപ്പോഴും ജോലി ജോലി എന്ന് പറഞ്ഞ് ഇങ്ങനെ ഓടിപ്പാഞ്ഞ് നടക്കുള്ളൂ എന്ന് പറയണം. ശരി അമ്മയെന്ന് പറയാണ്. അങ്ങനെ ലക്ഷ്മി അമ്മ കൂടെ പോയപ്പോഴത്തേനും നന്ദ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കും, ഈ അഭിരാമി ആരാ? അഭിരാമിയെ കുറിച്ച് അറിഞ്ഞിട്ട് തന്നെ കാര്യം, അവൾ ആരാന്ന് കണ്ടെത്തണം. അങ്ങനെ നന്ദയുടെ തീരുമാനമൊക്കെ എടുക്കുവാണ്. അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.